അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒറ്റയാൻ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ പകരച്ചുങ്കം എന്ന ആശയം ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെയാണ്. അതിലൊന്നായിരുന്നു സൗദി അറേബ്യ. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് 10% അടിസ്ഥാന നിരക്കാണ് നിശ്ചയിച്ചത്. പക്ഷേ പ്രത്യാഘാതം അങ്ങനെയല്ല സൗദിയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും എത്തിയത്. എണ്ണവിലയുൾപ്പെടെ ചാഞ്ചാടുന്ന സ്ഥിതിയുണ്ടായി. ഈ നിമിഷം വരെ അതിനെ പ്രത്യാഘാതത്തിൽ നിന്നും പൂർണ്ണമായും സൗദി അറേബ്യ മോചിതമായിട്ടില്ല. എങ്ങനെയാണ് ട്രംപിൻ്റെ പകരച്ചുങ്ക നിയമം സൗദിക്ക് തിരിച്ചടിയായത്? വാശിയും ദേഷ്യവും അണപൊട്ടിയപ്പോൾ വിവിധ രാജ്യങ്ങൾക്ക് ട്രംപ് നിശ്ചയിച്ചത് തോന്നിയ ചുങ്കമാണ്. സൗദി ഉൾപ്പെടെ അടുപ്പമുള്ള രാജ്യങ്ങൾക്ക് നൽകിയത് അടിസ്ഥാന ചുങ്ക നിരക്കായ 10%. അത് താരതമ്യേന സൗദിയെ ബാധിക്കുന്നതായിരുന്നില്ല. പക്ഷേ ട്രംപ് വിചാരിക്കാത്തിടത്തെല്ലാം പകരച്ചുങ്കത്തിന്റെ പ്രത്യാഘാതമുണ്ടായി, സൗദിയിൽ ഉൾപ്പെടെ. താരിഫ് പ്ലാൻ സൗദി അറേബ്യയുടെ സാമ്പത്തിക രംഗത്തെയും ഓഹരി വിപണിയെയും എണ്ണവിലയെയും വലിയ തോതിൽ സ്വാധീനിച്ചു. ഈ നയം പ്രഖ്യാപിച്ചപ്പോൾ ആഗോള വിപണികളിൽ, പ്രത്യേകിച്ച് എണ്ണയെ ആശ്രയിക്കുന്ന സൗദി പോലുള്ള രാജ്യങ്ങളിൽ വലിയ തിരിച്ചടിയുണ്ടായി. താരിഫ് നയം താൽക്കാലികമായി മരവിപ്പിച്ചപ്പോഴും സൗദി വിപണിയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ട്രംപിന്റെ താരിഫ് പ്ലാൻ പ്രധാനമായും ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്താനുള്ള നീക്കമായിരുന്നു. ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളെ തകർക്കുമെന്ന ആശങ്ക സൗദി അറേബ്യയെ പോലുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ സാമ്പത്തിക അനിശ്ചിതത്വം സൃഷ്ടിച്ചു. സൗദിയുടെ സമ്പദ് വ്യവസ്ഥ എണ്ണ വരുമാനത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ഇതിനാൽ ആഗോള വ്യാപാരത്തിലെ തടസ്സങ്ങൾ എണ്ണയുടെ ഡിമാൻഡിനെയും വിലയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. താരിഫ് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ആഗോള എണ്ണവില ചാഞ്ചാടി. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്ന്. യുഎസുമായുള്ള വ്യാപാര തർക്കങ്ങൾ ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കും. ഈ ഭയം എണ്ണയുടെ ഡിമാൻഡിനെ കുറച്ചു. ഫലമായി ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 താഴേക്കാണ് പതിച്ചത്. അതെങ്ങനെയാണ് സൗദിയെ ബാധിച്ചത് എന്നല്ലേ? സൗദി അറേബ്യയുടെ ബജറ്റ് ബാലൻസ് ചെയ്യാൻ ബാരലിന് $80 മുതൽ $85 വരെ വില വേണം. എന്നിരിക്കെ വില $70 താഴേക്ക് പതിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കും. സൗദിയുടെ ഓഹരി വിപണിയായ തദാവുൽ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യ ആഴ്ചയിൽ കൂപ്പുകുത്തി. 5 മുതൽ 7% ഇടിവ്. എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ ഓഹരി വിലയിൽ വന്നത് 3 മുതൽ 4% വരെ കുറവാണ്. ബാങ്കിംഗ്, പെട്രോകെമിക്കൽ മേഖലകളിലെ പ്രമുഖ കമ്പനികളുടെ ഓഹരികളും ഇടിഞ്ഞു. വിദേശ നിക്ഷേപകർ തങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കാൻ തുടങ്ങിയതും വിപണിയിലെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. എണ്ണയെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ സൗദി ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. വിഷൻ 2030 വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക ലക്ഷ്യവും അതുതന്നെ. പക്ഷെ ഇപ്പോഴും സൗദിയുടെ സമ്പദ് മേഖലയുടെ സിംഹഭാഗം വരവും ക്രൂഡ് ഓയിൽ വഴിയാണ്. എണ്ണവില കുറഞ്ഞാൽ സർക്കാർ ചിലവുകൾ കുറയ്ക്കേണ്ടി വരും. ഇത് നിർമ്മാണം, റീറ്റെയിൽ, ടൂറിസം തുടങ്ങിയ മേഖലകളിലെ വളർച്ചയെ മന്ദഗതിയിലാക്കും. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന സൗദി സമ്പദ് വ്യവസ്ഥയിൽ തൊഴിൽ വിപണിയിലെ അനിശ്ചിതത്വവും ട്രംപിന്റെ ഒറ്റബുദ്ധിയിൽ തട്ടി ഉയർന്നു. താരിഫ് നയം ട്രംപ് താൽക്കാലികമായി മരവിപ്പിച്ചപ്പോൾ സൗദി വിപണിയിൽ നേരിയ ആശ്വാസം ലഭിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായും അത് തിരിച്ചു കയറാൻ സമയമെടുക്കും. 90 ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന ആശങ്കയും സൗദി വിപണിയിലുണ്ട്. തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചപ്പോൾ തദാവുൽ സൂചിക 2 മുതൽ 3% ഉയർന്നത്. പക്ഷേ നിക്ഷേപകർക്കിടയിലെ അനിശ്ചിതത്വം തുടർന്നു. എണ്ണവില ബാരലിന് $72 മുതൽ $75 വരെ ശ്രേണിയിലേക്ക് തിരികെ എത്തിയെങ്കിലും അസ്ഥിരമാണ് ഇപ്പോഴും സ്ഥിതി. ഈ പ്രതിസന്ധിയോടെ സൗദി അറേബ്യയും ചൈനയും തമ്മിലുള്ള മന്ത്രിതല ചർച്ചകൾ സജീവമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒന്നാമതായി, ചൈന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ്. സൗദി അറേബ്യ ആകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യവും. (2024) കണക്കുകൾ പ്രകാരം സൗദി ദിവസേന ശരാശരി 17 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ചൈനയിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ചൈനയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം
15 മുതൽ 17% വരും. എണ്ണയ്ക്ക് പുറമെ സൗദി അറേബ്യ ചൈനയിലേക്ക് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളും പെട്രോ കെമിക്കലുകളും പ്ലാസ്റ്റിക്കും രാസവസ്തുക്കളുമെല്ലാം കയറ്റുമതി ചെയ്യുന്നുണ്ട്. സൗദിയുമായി മികച്ച ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക. അതിൽ തന്നെ പ്രത്യേകിച്ച് ട്രംപ്. അദ്ദേഹം ഉടൻ സൗദിയിലേക്ക് എത്തുമെന്നാണ് വിവരം. എന്ന് മാത്രമല്ല, അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി വീണ്ടും ട്രംപ് എത്താൻ പോകുന്ന വിദേശ രാജ്യം സൗദിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പമുള്ളവർക്കാണ് മുൻപിൻ നോട്ടമില്ലാത്ത നീക്കത്തിലൂടെ തിരിച്ചടി കിട്ടിയത്. ചൈനയുമായി സൗദി അടുക്കുന്നത് ട്രംപ് ഭരണകൂടം താൽപര്യപ്പെടുന്നതല്ല. ട്രംപിന്റെ താരിഫ് പദ്ധതി സൗദി ചൈന ബന്ധത്തെ ശക്തിപ്പെടുത്തുകയാണ്. ഇരു രാജ്യങ്ങളും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിൽ പരസ്പരം ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിരോധം ഉൾപ്പെടെ മേഖലയിൽ സൗദിക്ക് യുഎസിനെ കൂടാതെ നിൽക്കാനാകില്ല. ഇത് ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അതിനാൽ തന്നെ എല്ലാ വശവും നോക്കിയാണ് സൗദിയുടെ സാമ്പത്തിക തന്ത്രങ്ങൾ ഇനി ഒരുക്കുക. അതിലെ ഏതൊരു നിലപാടിനും വില ഏറെയാണ്. അതാണ് ട്രംപിന്റെ പുതിയ വിക്രിയകൾ തെളിയിക്കുന്നതും.